ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസിൽ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു വെജിറ്റബിൾ സ്റ്റൂ ആണ്. ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി വെജിറ്റബിൾ സ്റ്റൂ. ഇത് ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, ഒരു സവോള, 10 ബീൻസ്, അല്പം ഗ്രീൻ പീസ്, 5 പച്ചമുളക് മാത്രമേ ഞാൻ ഈ കറിയിൽ എരിവിന് വേണ്ടി ചേർക്കുന്നുള്ളൂ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കുറച്ചൊക്കെ കൊടുക്കാം. ഞാനിവിടെ 5 നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കോളിഫ്ലവറോ ക്യാപ്സിക്കമോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇത്രയും വെജിറ്റബിൾസ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനാവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഒരു 15 അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുത്തതുണ്ട്. പിന്നെ കറിക്ക് ആവശ്യമായ ഉപ്പ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വെജിറ്റബിൾ സ്റ്റൂ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ഈ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് കാണിക്കാം കേട്ടോ. വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ക്യാരറ്റും എല്ലാം ഉണ്ട്, അതെല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ കഷ്ണങ്ങളൊന്ന് വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനോട് 1/4 കപ്പ് വെള്ളം എടുത്ത് ഒന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കട്ടെ. നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാനുള്ളതല്ലേ, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് വേകാനുള്ള വെള്ളം മതി. അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഈ സമയത്ത് തന്നെ ഞാൻ ഉപ്പ് ചേർക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ആദ്യം ഞാനിതൊന്ന് വേവിക്കാൻ വെക്കട്ടെ കേട്ടോ. കഷ്ണങ്ങളെല്ലാം ഞാൻ പ്രഷർ കുക്കറിലാക്കിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു വിസിൽ കേട്ട് കഴിയുമ്പോൾ നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് തേങ്ങാപ്പാലും അണ്ടിപ്പരിപ്പും എല്ലാം ചേർത്തിട്ട് ഇത് റെഡിയാക്കി എടുക്കാം. വെജിറ്റബിൾസ് ഞാൻ ഒരു വിസിൽ കേൾപ്പിച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ എയറൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ഇനി ഇത് തുറന്ന് നോക്കാൻ പോകുവാണ്. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലും അണ്ടിപ്പരിപ്പും കൂടെ അരച്ചത് ചേർത്ത് കൊടുക്കാം. സ്റ്റവ് ഓൺ ആക്കുക. ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ പോകുക കേട്ടോ. അണ്ടിപ്പരിപ്പ് അരച്ചതും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴത്തേനും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഇതുപോലെ ഇരിക്കുന്നത്. ഇനി ഇത് തിളച്ചതൊന്ന് കുറുകി കഴിയുമ്പോഴത്തേനും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ ഈ വെജിറ്റബിൾ ഒന്നും വെന്തുടഞ്ഞു പോകരുത് കേട്ടോ. ഇനി അണ്ടിപ്പരിപ്പ് ഇല്ല എങ്കിൽ ഈ ഉരുളക്കിഴങ്ങ് 1-2 എണ്ണം ഇതുപോലെ തവിയിലെടുത്തിട്ട് ഒന്ന് ഉടച്ച് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അത് നന്നായിട്ടത് തിളക്കട്ടെ. ഈ സമയത്ത് അതിനാവശ്യമായ ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കണം. പോരാതെ വരുവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണേ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, കറിവേപ്പില. അതിവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇവിടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്ത് ഈ തേങ്ങാപ്പാലും അണ്ടിപ്പരിപ്പും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നോക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവശ്യത്തിന് കറിവേപ്പിലയും അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഞാൻ അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കും കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി വെജിറ്റബിൾ സ്റ്റൂ ഇവിടെ റെഡിയായി. കണ്ടോ, നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. നമ്മൾ തേങ്ങാപ്പാലും അണ്ടിപ്പരിപ്പും ഒക്കെ ചേർത്തതിന് ശേഷം ഈ ഒരു പരുവമാകുമ്പോഴത്തേനും നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ള വെജിറ്റബിൾ സ്റ്റൂ ഇവിടെ റെഡിയായി. ഇത് ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ചപ്പാത്തിയുടെ അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്